ഹനുമാൻ കൈൻഡ് യൂട്യൂബിൽ വൈറലായ മലയാളി താരം സ്വദേശത്തും വിദേശത്തുമായി ഗൂഗിളിൽ ഓരോരുത്തരും സെർച്ച് ചെയ്ത ഒരേയൊരു റാപ്പ് സിംഗർ. 20 മിനിറ്റുകൾ കൊണ്ട് റെക്കോർഡ് ചെയ്ത ഒരു റാപ്പ് സോങ് ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണുള്ളത്. കെൻഡ്രിക് ലാമറയും പിന്തള്ളി ഹനുമാൻ കൈൻഡിന്റെ ബിഗ് ഡോഗ്സ് സ്ട്രീമിന്റെ പ്ലാറ്റ്ഫോമുകൾ ഭരിക്കുന്നു. സ്പോട്ടിഫൈ ഗ്ലോബൽ ടോപ്പ് ചാർട്ടിൽ 9ാം സ്ഥാനത്താണ് ഇപ്പോൾ ബിഗ് ഡോഗ്സ്. പുറത്തിറങ്ങി ഒരു മാസം കഴിയുമ്പോഴും ഹനുമാൻ കൈൻഡും ബിഗ് ഡോഗ്സും ചർച്ചയാണ്. മരണക്കിണറിൽ ഓടുന്ന ബൈക്കിലും കാറിലും ലൈവ് സ്റ്റണ്ട് നടത്തിക്കൊണ്ട് ഹനുമാൻ കൈൻഡ് അവതരിപ്പിച്ച റാപ്പ് സോങ് ഇതിനോടകം തന്നെ 37 മില്യൺ പ്രേക്ഷകർ യൂട്യൂബിൽ മാത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ അലയടിക്കുന്ന ഹിപ്പ് ഹോപ്പ് കൾച്ചറൽ ഗ്ലോബൽ സ്പേസിലേക്ക് എത്തിക്കാൻ ഹനുമാൻ കൈൻഡിന് കഴിഞ്ഞു എന്ന് തന്നെ പറയണം. പൊന്നാനിക്കാരൻ മലയാളി സൂരജ് ചെറുകാട്ടിന് 5 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ ഫാൻ ബേസ്. ആദ്യമേ പറയട്ടെ, ഹനുമാൻ എന്ന പേരും ഹനുമാൻ കൈൻഡും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഉള്ളിലുണ്ടായിരുന്ന 2 വാക്കുകളെ ചേർത്ത് വെച്ചു എന്ന് മാത്രം. നൈജീരിയൻ ജനിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി വളർന്ന സൂരജിന് തന്റെ റൂട്ട് എന്താണ് എന്ന സംശയമുണ്ടായിരുന്നു. തന്റെ പേര് അയാൾ കണ്ടെത്തുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. മലയാളികൾ പ്രത്യേകിച്ചും ജെൻസ് റാപ്പ് ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഹനുമാൻ കൈൻഡും കൂടെയുണ്ട്. കേരളത്തിന്റെ ഹിപ്പ് ഹോപ്പ് സീനിയർ ആയി 5 വർഷമായിട്ടുണ്ട്. 2019 പുറത്തിറങ്ങിയ കളരി മുതൽ തുടങ്ങുന്ന ഹനുമാൻ കൈൻഡ് നെറ്റ്ഫ്ലിക്സ് സൗത്ത് സൈഡ് കൊണ്ടുവരുമ്പോൾ അവിടെയും ഹനുമാൻ കൈൻഡ് ഉണ്ടായിരുന്നു. ബീർ ആൻഡ് ബിരിയാണി, ജങ്സ്, ഡാൻസൺ, റഷ് അവർ, ഗോ ടു സ്ലീപ്പ് തുടങ്ങിയ ട്രാക്കുകളും റാപ്പ് പ്രേമികൾക്കിടയിൽ തരംഗമാണ്. സ്വയം ലൈവ് പെർഫോമർ ആണ് എന്നാണ് ഹനുമാൻ കൈൻഡ് പറയുന്നത്. ഹനുമാൻ കൈൻഡിനെ ലൈവായി കണ്ടിട്ടുള്ളവർ അത് ആവർത്തിക്കുന്നുമുണ്ട്. കോംപ്രമൈസ് ചെയ്യാത്ത ഹോണസ്റ്റ് ആയ വർക്കുകളാണ് ഹനുമാൻ കൈൻഡിന്റെ എഡിറ്റിംഗ്. എഴുതുന്ന വരികളിൽ അയാൾ ജീവിച്ച ജീവിതവും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളും ഹനുമാൻ കൈൻഡ് സ്വാഭാവികമായി മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നും സാക്ഷ്യം പറയുന്നു. ഇൻ സ്കൂൾ ഐ യൂസ്ഡ് ടു ഫൈറ്റ് ദി ബുള്ളീസ്, നൗ ഐ ആം ഫൈറ്റിംഗ് വിത്തിൻ ദി ലോ എന്നെല്ലാം എഴുതുമ്പോൾ അതിൽ ഏച്ചുകെട്ടലെന്ന് പറയുന്നു. റൂട്ടായ വർക്കുകളാണ് ഹനുമാൻ കൈൻഡിൻ്റേത്. ബിഗ് ഡോഗ്സ് വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു വളർന്ന മരണക്കിണറിൽ നിന്നുകൊണ്ട് അയാൾ റാപ്പ് ചെയ്യുമ്പോൾ അത് തനതാവുന്നത് കൊണ്ടല്ലേ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്. പൊന്നാനിക്കാരൻ പൊന്നാനിയിൽ സർക്കസ് കൂടാരം കെട്ടി ചിത്രീകരിച്ച ആ ഒരു വീഡിയോയുടെ മെറിറ്റ് അത് തന്നെയല്ലേ എന്നാണ് പലരുടെയും ചോദ്യം. മലയാളികളുടെ നൊസ്റ്റാൾജിയ കൂടി എത്തുന്നതുകൊണ്ട് ഇന്റർനാഷണൽ സ്പേസിലേക്ക് അയാൾ ചേക്കേറുന്നു. അസറ്റ് പോലും ജെനുവിൽ ആവുന്നത് കൊണ്ട് കൂടെയാണ് ഹനുമാൻ കൈൻഡിന്റെ ഈ ഫാൻ ബേസ് ഉള്ളത് എന്ന് തോന്നുന്നു. നിരന്തരം പലയിടങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റൂട്ട് എന്ന് പറയുന്നത് തൻ്റെ നാട് തന്നെ ആണെന്നാണ് സൂരജ് പറയുന്നത്. എങ്കിൽ തന്നെയും മലയാളി കാണുന്ന കേൾക്കുന്ന ഹനുമാൻ കൈൻഡിനെയും ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഭാരമില്ലാത്ത റാപ്പറാണ്. മലയാളം റാപ്പും ഇന്നും അത്രമാത്രം മത്സരപ്പെട്ടിട്ടില്ല. ഇൻഡിപെൻഡന്റ് മ്യൂസിക് സാധാരണക്കാരായ മലയാളി ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം കേൾവിയുടെ പരിസരത്ത് എത്തിയിട്ടുണ്ടോ എന്നത് സംശയം തന്നെയാണ്. അത്രയേറെ പ്രയാസമാണ് അക്കാര്യങ്ങളിൽ. പക്ഷേ മലയാള സിനിമയിലും ഇയാളെ കേട്ടിട്ടുണ്ട്. ആവേശത്തിൽ ലാസ്റ്റ് ഡാൻസ് കൊണ്ടുവരുമ്പോഴും ഹനുമാൻ കൈൻഡ് ഐഡന്റിറ്റി വിട്ടിട്ടില്ല. പകരം അത് ആവേശം കൊള്ളിക്കുന്ന രംഗയിലേക്ക് കാമഫ്ലോജ് ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതെ 20 മിനിറ്റിൽ അയാൾ ഒരുക്കിയ ആ റാപ്പ് ഇന്ന് സ്ട്രീം പ്ലാറ്റ്ഫോമുകളിൽ ട്രെൻഡിംഗ് ആണ്.